ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിപത് പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അഗ്നിവീർവായു നോൺ കോമ്പറ്റന്റ് ആയി ചേർക്കാനുള്ള ഇൻഡെക്സ് 01/2026 വിശദ വിവരങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപേക്ഷിക്കുന്നതിന് വേണ്ട ഏജ് ലിമിറ്റ് നോക്കാം. ജനുവരി 1, 2005 മുതൽ ജൂലൈ 1, 2008 വരെ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. വിവാഹം കഴിക്കാത്ത മെയിൽ കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് അഗ്നിവീർവായു നോൺ കോമ്പറ്റന്റ് ആയിട്ട് ചേർക്കുക. കാരണം 4 വർഷത്തെ സർവീസ് കാലയളവില് ട്രെയിനിങ് വരുന്നുണ്ട്, സ്കിൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, അതേപോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥിര നിയമനത്തിനായുള്ള നോൺ കോമ്പറ്റന്റ് എൻറോൾമെന്റ് തെരഞ്ഞെടുപ്പിനും വിവാഹം കഴിക്കാത്തവർക്ക് മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ. അപേക്ഷിക്കുന്നതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. അപേക്ഷകൻ രജിസ്ട്രേഷൻ തീയതിക്ക് മുമ്പ് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി അംഗീകരിച്ച വിദ്യാഭ്യാസ ബോർഡുകളിൽ നിന്ന് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. അപേക്ഷിക്കുന്നതിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈറ്റ് കുറഞ്ഞത് 152 സെന്റിമീറ്റർ വേണം. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ വരെ ഉണ്ടായിരിക്കണം. അതേപോലെ വെയിറ്റ് നിങ്ങളുടെ പ്രായത്തിനും ഉയരത്തിനും അനുസരിച്ചായിരിക്കണം. അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച, നമ്മുടെ കേൾവി ശക്തി, ഡെന്റൽ, അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് എല്ലാം നോർമൽ ആയിരിക്കണം. അഗ്നിവീർവായു നോൺ കോമ്പറ്റന്റ് ആയി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഹോസ്പിറ്റാലിറ്റി സ്ട്രീമിലോ ഹൗസ് കീപ്പിംഗ് സ്ട്രീമിലോ ജോലികൾ ലഭിക്കും. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫോമും ആവശ്യമായ സർട്ടിഫിക്കറ്റും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. വെബ്സൈറ്റ് agnipadvayu.cdac.in ആണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഫോം ശരിയായി പൂരിപ്പിച്ചിട്ട് ആവശ്യമായിട്ടുള്ള രേഖകളും ചേർത്ത് നോർമൽ പോസ്റ്റിൽ നമുക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഫോം എത്തേണ്ടത് എംപ്ലോയ്മെന്റ് ന്യൂസ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പോ അല്ലെങ്കിൽ അതേ തീയതിക്കോ ആയിരിക്കണം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ട അഡ്രസ്സ്, അതായത് എയർഫോഴ്സ് സ്റ്റേഷനുകൾ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം ചില ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് 10th ക്ലാസ് മാർക്ക് ലിസ്റ്റും അതേപോലെ തന്നെ 10th പാസ് സർട്ടിഫിക്കറ്റും. രണ്ടാമത് വേണ്ടത് പുതിയ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ. 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം ഫോട്ടോ. ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാൻഡിഡേറ്റ് ചെസ്റ്റിന് മുന്നിൽ ഒരു ബ്ലാക്ക് സ്ലേറ്റ് പിടിക്കുക. ആ സ്ലേറ്റിൽ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും വൈറ്റ് ചോക്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കണം. ഇങ്ങനെ എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോ എന്ന് പറയുന്നത് റീസെന്റ് കളർ പാസ്പോർട്ട് സൈസ് ആയിരിക്കണം. 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയന്റെ സിഗ്നേച്ചർ ഉള്ള കൺസെന്റ് സർട്ടിഫിക്കറ്റ് വേണം. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടത്. സോ നമ്മൾ ഫോം വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, പൂരിപ്പിച്ച് പോസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു എയർഫോഴ്സ് സ്റ്റേഷന്റെ അഡ്രസ്സിലേക്ക് അയക്കുകയും ചെയ്യുക. നെക്സ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നിവീർവായു നോൺ കോമ്പറ്റന്റിനെ 4 വർഷത്തേക്ക് എയർഫോഴ്സിൽ നിയമിക്കും. 4 വർഷത്തിന് ശേഷം പെർഫോമൻസ് നോക്കി 25% പേർക്ക് മാത്രം സ്ഥിര നിയമനത്തിന് അവസരം കിട്ടും. ജോലി എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് മേഖലകളിലായിരിക്കും. ട്രെയിനിങ് എയർഫോഴ്സ് തന്നെയാണ് കൊടുക്കുക. അതേപോലെ സാലറി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ 30,000 രൂപയാണ്, നമ്മുടെ കയ്യിൽ 21,000 കിട്ടും. 4th ഇയറിൽ 40,000 ആണ്, നമ്മുടെ കയ്യിൽ 28,000 രൂപ ലഭിക്കും. കൂടാതെ അലവൻസസ്, റേഷൻ, ഡ്രസ്, അക്കോമഡേഷൻ, LTC എല്ലാം ലഭിക്കും. 4 വർഷം കഴിഞ്ഞാൽ ഏകദേശം 10.04 lakhs സേവാനിധി പാക്കേജും കിട്ടും. പരീക്ഷാക്രമമാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷ സ്വീകരിച്ചവർക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. അതിൽ തീയതി, സ്ഥലം, സമയം എല്ലാം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ആണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം, ആധാർ കാർഡ്. JNDK, ആസാം, മേഘാലയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മറ്റേതെങ്കിലും വാലിഡ് ID കൊണ്ടുപോയാൽ മതി. അതേപോലെ തന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, അത് 6 മാസത്തിൽ പഴയതാകരുത്. അതേപോലെ സീലും ഉണ്ടായിരിക്കണം. 10th പാസ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, 10th മാർക്ക് ഷീറ്റ് ഒറിജിനൽ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഇന്റർനെറ്റ് കോപ്പി മാർക്ക് ഷീറ്റ് അക്സെപ്റ്റബിൾ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് തിരികെ ലഭിക്കും. ഇനി നമുക്ക് സെലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. phase 1 റിട്ടേൺ ടെസ്റ്റ് ആണ്. പരീക്ഷ നടക്കുന്നത് നിങ്ങൾ അപേക്ഷ നൽകിയ സ്റ്റേഷനിലായിരിക്കും. 2 സ്ട്രീമിനും ഒരേ പരീക്ഷ മാത്രമാണ് ഉള്ളത്. പാസ് മാർക്ക് വേണ്ടത് 20 മാർക്സിൽ കുറഞ്ഞത് 10 മാർക്സ് വേണം. സബ്ജക്ട്സ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് 10th CBSE ലെവലായിരിക്കും 10 മാർക്സിന്. അതേപോലെ ജനറൽ നോളജ് 10th സ്റ്റാൻഡേർഡ് ലെവൽ 10 മാർക്സിന്. phase 2 വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. റിട്ടേൺ ടെസ്റ്റ് പാസ് ചെയ്തവർക്ക് മാത്രമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും 2 സ്ട്രീമിനും കോമൺ ആയിരിക്കും. അതിൽ ഹൈറ്റ് ചെക്ക് ഉണ്ടാവും. മിനിമം ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 152 സെന്റിമീറ്റർ വേണം. അതിനുശേഷം റൺ ടെസ്റ്റ് ആണ്.
അത് 1.6 കിലോമീറ്റർ റൺ 6 മിനിറ്റ് 30 സെക്കൻഡിൽ പൂർത്തിയാക്കണം. അതിനുശേഷമാണ് സ്ട്രെങ്ത് ടെസ്റ്റ് വരുന്നത്. അതിൽ 10 പുഷപ്പ് 1 മിനിറ്റ്, അതേപോലെ 10 സിറ്റപ്പ് 1 മിനിറ്റ് വരുന്നുണ്ട്, 20 സ്ക്വാഡ്സ് 1 മിനിറ്റ്. ഇങ്ങനെയായിരിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഫേസ് 3 സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് ആണ്. റിട്ടൺ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും പാസ് ചെയ്തവർക്ക് മാത്രമേ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇത് ക്വാളിഫൈങ് നേച്ചർ ആണ്. മാർക്സ് ഷോർട്ട് ലിസ്റ്റിൽ കൗണ്ട് ചെയ്യാറില്ല. മിനിമം 50% മാർക്സ് നേടണം ക്വാളിഫൈ നേടാൻ, അതായത് 15 മാർക്സ് നേടണം ക്വാളിഫൈ നേടാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫേസ് 4 മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് സെലക്ഷൻ നടക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉടൻ തന്നെ അപേക്ഷിക്കുക. വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.